കുറുപ്പംപടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനർ ഡോക്ടർ സിജു തോട്ടപ്പള്ളി പ്രോഗ്രാം നയിച്ചു. ഉയർന്ന വിദ്യാഭ്യാസ സാധ്യതകൾ, കരിയർ തെരഞ്ഞെടുപ്പ്, വ്യക്തിത്വ വികസനം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയും അതുവഴി സമൂഹത്തിന്റെ അഭ്യുന്നതിയും ലക്ഷ്യമാക്കി കുറുപ്പംപടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ഇഗ്നൈറ്റ് യുവർ ഫ്യൂച്ചർ എന്ന പേരിൽ കരിയർ അവബോധ പരിപാടി സംഘടിപ്പിച്ചു. സെന്റ് കുര്യാക്കോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസ്, YMCA കുറുപ്പംപടി എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പ്രോഗ്രാം. +2 വിദ്യാർത്ഥികൾക്കായി നടത്തിയ കരിയർ അവബോധ പരിപാടിക്ക് പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനർ ഡോക്ടർ സിജു തോട്ടപ്പള്ളി നേതൃത്വം നൽകി. ഉയർന്ന വിദ്യാഭ്യാസ സാധ്യതകൾ, കരിയർ തെരഞ്ഞെടുപ്പ്, വ്യക്തിത്വ വികസനം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം കുട്ടികൾക്കായി പങ്കുവച്ചു. തെറാപ്പിസ്റ്റ്, കൗൺസിലേഴ്സ്, talent leadership management, musicians, writers, artists and designers, ഇങ്ങനെയുള്ള ജോലികൾ ഒരിക്കലും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് സംതിങ് മോർ ദാൻ ദാറ്റ്, ഇവിടെ സൈക്കോളജി ഉള്ളത് കൊണ്ട് വീണ്ടും പറയുന്നു, ഡോണ്ട് ലൈക്ക് AI ഇഷ്ടമില്ലാത്തവർക്ക് സൈക്കോളജിയിലേക്ക് പോവാമെന്ന്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, സൈക്കോളജിയിൽ ഒരുപാട് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തേക്ക് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരും, സാറേ സൈക്കോളജി കോഴ്സസ് എങ്ങനെയാണെന്ന് ചോദിക്കും. ഞാൻ പറയും ദി ബെസ്റ്റ്. ഇവിടെ സൈക്കോളജി ഇല്ല, നമുക്കിവിടെ BSc സൈക്കോളജി ഉണ്ട് അല്ലേ? MSc സൈക്കോളജി ഉണ്ടോ? ഇല്ല. BSc സൈക്കോളജി ഉണ്ട്. ഇന്ന് സൈക്കോളജി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും സമ്പത്താണ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പറയും, ഇന്ന് സൈക്കോളജിയിൽ പോയി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല തൊട്ടുണ്ടാക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് സൈക്കോളജിക്ക് പോകുന്നുണ്ട്, റിസർച്ചിലേക്ക് പോകുന്നുണ്ട്, PhD ഒക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന കുട്ടികളുണ്ട്. ഒരുപാട് നമ്മളുടെ വിചാരം എല്ലാവർക്കും ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്ന പരിപാടി മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആവാനും, സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആവാനും, കോർപ്പറേറ്റ് ലെവലിൽ ഓർഗനൈസേഷൻ ബിഹേവിയറും കൂടി പഠിച്ച് HR കൂടി, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും കൂടി പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കോർപ്പറേറ്റ് കമ്പനികളിൽ ഒരുപാട് ജോലി കിട്ടും. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ കോളേജ് മാനേജർ ലൈസൺ ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് KS, YMCA പ്രസിഡന്റ് AK ബേബി, പ്രിയ പോൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം പ്രോഗ്രാമിനെ ശ്രദ്ധേയമാക്കി. സെന്റ് കുര്യാക്കോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസിലെ അഡ്മിഷൻ സെല്ലും YMCA കുറുപ്പംപടിയും ചേർന്ന് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമാണ് നമ്മളിന്നിവിടെ കണ്ടക്ട് ചെയ്തത്. കുട്ടികൾക്ക് അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ്, അല്ലാതെ പുതിയതായിട്ട് വരുന്ന അക്കാഡമിക് ഡെവലപ്മെൻറ്റ്സും അല്ല അക്കാഡമിക് മാറ്റങ്ങളും അവരുടെ പ്രൊഫഷണൽ എക്സലൻസിയിലേക്ക് എങ്ങനെ നയിക്കാം, അവരുടെ പുതിയൊരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു ജോബ് എങ്ങനെ സെലക്ട് ചെയ്യാം, ഇതിലുണ്ടാകുന്ന ഒരു ഡൗട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമായൊരു ക്ലാരിറ്റിയും അതിന് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ടും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കോളേജ് ഈ വർഷം കരിയർ ഗൈഡൻസ് ഇഗ്നൈറ്റ് യുവർ ഫ്യൂച്ചർ എന്ന് പറയുന്ന പേരിൽ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ പ്ലാൻ ചെയ്തത്. ശരിക്കും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ 10 കഴിഞ്ഞ കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിതിനെ കണ്ടക്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചറിനനുസരിച്ച് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അവർക്ക് ഏത് ആക്ടിവിറ്റികൾ വേണം, അതായത് പുതിയതായിട്ട് വരുന്ന മെഷീൻ ലേണിംഗ്, AI പോലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്ത് അവരുടെ കരിയർ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആക്കുക എന്നൊരു ഇൻറ്റൻഷനാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് നയിച്ചത്. ഈ പ്രോഗ്രാമിൽ വളരെയധികം പാർട്ടിസിപ്പേഷനും എല്ലാം ഉൾപ്പെടെ നമുക്ക് നല്ലൊരു സക്സസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. തങ്ങളുടെ സവിശേഷമായ കഴിവുകൾ തിരിച്ചറിയാനും വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും പ്രചോദനം നൽകുന്ന തരത്തിൽ സെഷൻ വളരെ പ്രയോജനകരമായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.